ഹായ്, ഞാൻ വിൻസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു കുമ്പളങ്ങ കറിയായിട്ടാണ്. ഇതെൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പിയിലോട്ട് പോകാം. നമ്മുടെ കുമ്പളങ്ങ കറിക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു കുമ്പളങ്ങയുടെ പകുതി എടുത്ത് ദാണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ഞാനൊരു 5 ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറി വെച്ചേക്കുക. പിന്നെ നമ്മുടെ കുമ്പളങ്ങയ്ക്ക് അരപ്പിനായിട്ട് ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങ നല്ലതുപോലെ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങക്കറി ഉണ്ടാക്കാം. ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയുടെ ഒരു പകുതി ഇട്ടാൽ മതി. പച്ചമുളക് 4 എണ്ണം ഞാൻ കീറിയിട്ടത് രണ്ടായിട്ട് മുറിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടൊരു 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, 2 കപ്പ് ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് തീ കത്തിച്ച് ഒന്ന് വേവിക്കാം. ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റെങ്കിലും ഇത് വേവണം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കുമ്പളങ്ങ വേവാനായിട്ട് നമ്മളൊരു 15 മിനിറ്റ് അടച്ചു വെച്ചായിരുന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കുമ്പളങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒഴിച്ചു കൂട്ടാനായതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മുടെ ഈ അരപ്പ് ഇതിനകത്ത് കിടന്നൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കരുത്. ഈ റെസിപ്പി എൻ്റെ മമ്മിയുടെയാണ്. എൻ്റെ വീട്ടിൽ എപ്പോഴും ഒഴിച്ചുകറി വേണം. അതുകൊണ്ട് ഒന്നീ മോര്, അല്ലെങ്കിൽ പഴുത്ത തക്കാളിക്കറി, പച്ച തക്കാളിക്കറി, കുമ്പളങ്ങ കറി, എല്ലാ വീടുകളിലും അതൊക്കെ തന്നെ ആയിരിക്കാം. ഇപ്പം എനിക്ക് ഇച്ചിരി കുമ്പളങ്ങ കിട്ടിയപ്പം മമ്മി വെക്കുന്ന അതേ രീതിയിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പ് നോക്കണം. നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് താളിച്ചൊഴിക്കാം. ഞാൻ ഒരു ചെറിയ പാൻ അടപ്പേ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്കൊരു 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് പകുതി ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിയിലോട്ട് ഒഴിക്കുമ്പം നല്ലൊരു കളറ് കിട്ടും. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ലൊരു കറിയാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ഇതുപോലുള്ള നല്ല നല്ല ഡിഷുമായി നമുക്ക് വീണ്ടും വരാം. ബായ്.